എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. വീട്ടിൽ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പായസം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ പാൽപ്പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഈ ഒരു കപ്പിൽ സേമിയ എടുത്തിട്ടുണ്ട്, വെർമിസെല്ലി. ഇതിൻ്റെ അരക്കപ്പ് നമുക്ക് പഞ്ചസാര മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. കുറച്ച് കശുവണ്ടി, 2 ഏലക്ക ഒന്ന് ചതച്ചതാണിത്, കുറച്ച് ഉണക്കമുന്തിരി, 1/2 ലിറ്റർ പാല്, കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന പായസമാണ് സേമിയ പായസം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് മതിയാവും. ഇതേ നെയ്യിലോട്ട് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതിന് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതൊരു ബലൂൺ ഷേപ്പിൽ വരുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അതേ പാനിൽ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. സേമിയ ഓൾറെഡി വറുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം വറുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതിയാകും. ഫ്രൈ ചെയ്യാത്ത സേമിയ ആണെങ്കിൽ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സേമിയ നന്നായി ഇതേപോലെ കളർ മാറി വന്നിട്ടുണ്ട്. സിമ്മിൽ വെച്ചിട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പകുതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനോട് കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. സെപ്പറേറ്റ് വേവിക്കണമെന്നില്ല. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. സമയം സിമ്മിൽ വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട്, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചിലർ കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ആഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര പിന്നീട് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി പഞ്ചസാരയെല്ലാം ഇട്ട് കൊടുത്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വേകുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ പാലെല്ലാം എന്താ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സേമിയ പിന്നെ നന്നായി വേകേണ്ട ആവശ്യമില്ല, കാരണം അത് വറ്റി വരുമ്പോഴേക്കും അത് കുഴഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഒരു 1/4 ഭാഗം വേവ് മതിയാവും. ഈ സമയത്ത് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഞാൻ 2 എണ്ണം എടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കഴിക്കാവുന്നതാണ്. ഈ ഒരു തിക്നെസ് ഉണ്ട്. ഇത് ആറുമ്പോൾ ഇന്നും നന്നായി തിക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം
പായസം ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ചൂട് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. അത് പിന്നീട് തിളപ്പിക്കണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്കിത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പായസമാണിത്. ഗസ്റ്റെല്ലാം വന്നാൽ നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വീട്ടിലിരിക്കുന്ന പഞ്ചസാര ഉപയോഗിച്ച് സേമിയയും പാലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്